നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കണ്ണൂർ CPMന്റെ കാര്യത്തിൽ ഒരാഴ്ചയ്ക്കകം തീരുമാനം. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം CBIക്ക് വിടാൻ പുതിയ സർക്കാർ തീരുമാനമെടുക്കുമെന്ന് ഉറപ്പായതോടെയാണ് കണ്ണൂരിൽ തുടർചലനങ്ങൾ കണ്ടു തുടങ്ങിയത്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇതിനുള്ള തീരുമാനമുണ്ടാകുമെന്ന് KPCC ജനറൽ സെക്രട്ടറിയും റാന്നിയിലെ നിയുക്ത MLAയുമായ പഴകുളം മധു പറഞ്ഞു. നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണ പാളിച്ചകൾ ഉണ്ടെന്ന് ആരോപിച്ച് പത്തനംതിട്ടയിൽ DCC നടത്തിയ സമരത്തിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്നു പഴകുളം മധു. 2024 ഒക്ടോബർ 15-നാണ് കണ്ണൂരിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലേന്ന് പകൽ കണ്ണൂർ കളക്ടറേറ്റിൽ നടന്ന യാത്രയയപ്പ് യോഗത്തിൽ നവീൻ ബാബുവിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ അധിക്ഷേപിച്ച് സംസാരിച്ചതിനെ തുടർന്നുണ്ടായ ആത്മഹത്യയായതിനാലാണ് സംഭവം വിവാദമായത്. അറസ്റ്റിലായ PP ദിവ്യ ജാമ്യത്തിലിറങ്ങിയിരുന്നു. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബം സുപ്രീം കോടതി വരെ സമീപിച്ചിരുന്നു. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൈക്കൂലി ആരോപണം ഉന്നയിച്ച പ്രശാന്തിനെ കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്ന നിലപാടിലാണ് കുടുംബം. കേസ് പുനരന്വേഷിക്കണമെന്ന് കണ്ണൂർ കോടതിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം പോലീസ് മലയാലപ്പുഴയിലെ വീട്ടിലെത്തി ഭാര്യ മഞ്ജുഷയുടെ മൊഴിയെടുത്തിരുന്നു. എന്നാൽ പിണറായിയുടെ പോലീസ് ഇക്കാലം അത്രയും PP ദിവ്യയെ രക്ഷിക്കുകയായിരുന്നു. നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിൽ പ്രശാന്തിന് വേണ്ടി സംസാരിക്കാൻ മാത്രം PP ദിവ്യയുമായി എന്താണ് ബന്ധമെന്ന് കണ്ടെത്തണം. കൈക്കൂലിക്ക് അടിസ്ഥാനമെന്ന് പറയുന്ന പെട്രോൾ പമ്പിന്റെ യഥാർത്ഥ ഉടമ ആരാണ്? കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയുള്ള തുകയുടെ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണ്? ഇത്രയും വിവരങ്ങൾ അന്വേഷിക്കണമെന്നാണ് ആവശ്യം. നവീൻ ബാബുവിന്റെ കേസിലെ അപകടം പിണറായി മണക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ PP ദിവ്യയെ തൽക്കാലം ബലി കൊടുക്കാനാണ് പിണറായിയുടെ തീരുമാനം. CPMും ഇതേ ദിശയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. നവീൻ ബാബുവിന്റെ കേസിൽ കോൺഗ്രസ് നടത്തിയ ഇടപെടലുകളാണ് പത്തനംതിട്ടയിൽ അവരെ വലിയ വിജയത്തിൽ തീരുമാനിച്ചത്. പ്രമോദ് നാരായണനെ പോലൊരു MLA പഴകുളം മധുവിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞതും നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളായിരുന്നു. കണ്ണൂർ CPM പരസ്യമായ സഹായമാണ് PP ദിവ്യയ്ക്ക് നൽകിയത്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ CBI വരുമെന്ന് ഏകദേശം ഉറപ്പായി. നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന സംശയം കുടുംബം ഉന്നയിച്ചതോടെ CPM വെട്ടിലായത്. നവീൻ ബാബുവിന്റെ മരണം നടന്ന് 1.5 മാസം തികഞ്ഞപ്പോഴാണ് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി കുടുംബം കോടതിയിലെത്തിയത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്. കുറ്റപത്രത്തിൽ വരുന്നത് വ്യാജ തെളിവുകളായിരിക്കുമെന്നും കുടുംബം പറഞ്ഞു. ഹർജിയിൽ സർക്കാരിനോടും CBIയോടും ഹൈക്കോടതി നിലപാട് തേടി. ഇതിൽ CBI അനുകൂല റിപ്പോർട്ട് നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഹൈക്കോടതി ഹർജി തള്ളി. മരണത്തിലേക്ക് നയിച്ച PP ദിവ്യയുടെ പ്രസംഗത്തിന് കാരണമായ കൈക്കൂലി ആരോപണം തൊട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മന്ദഗതി വരെ സംശയത്തിനിടയാക്കുകയാണ്. CPMനെയും സർക്കാരിനെയും കുഴക്കി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടതോടെ നവീന്റെ കുടുംബത്തിലും പത്തനംതിട്ടയിലെ പാർട്ടിയിലും പുകയുന്ന പ്രതിഷേധം കൂടിയാണ് മറനീക്കി പുറത്തു വന്നത്. പത്തനംതിട്ട CPM ഇപ്പോഴും നവീന്റെ കുടുംബത്തിനൊപ്പമാണ്. ഇതാണ് പത്തനംതിട്ടയിൽ CPM തോൽക്കാൻ കാരണം. കളക്ടറേറ്റിൽ ADMന് നടന്ന യാത്രയയപ്പ് യോഗത്തിലാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ PP ദിവ്യ ക്ഷണിക്കാതെ എത്തിയതും അധിക്ഷേപ പ്രസംഗം നടത്തിയതും. പിറ്റേന്ന് 7-നാണ് ADMനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ബന്ധുക്കളുടെ സാന്നിധ്യമില്ലാതെ ഇൻക്വസ്റ്റ് നടത്തിയതാണ് തുടക്കത്തിൽ വിവാദമായത്. ആത്മഹത്യക്കുറിപ്പുണ്ടെന്നും ഒളിപ്പിച്ചെന്നും പറഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചതാണ് രണ്ടാമത്തെ വിവാദം. ബന്ധുക്കൾ എത്തും മുമ്പേ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതും ചർച്ചയായി. ഇതിൽ നിന്നെല്ലാം സംഗതി കൊലപാതകമാണെന്ന് സംശയിക്കേണ്ടി വരും. ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് നവീന്റെ സഹോദരന്റെ പരാതി ലഭിച്ച് 3-ാം നാളിൽ ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കേസ് ചുമത്തി. ഇതോടെ ദിവ്യ ഒളിവിൽ പോയി. മരണം നടന്ന 15-ാം നാളിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ച് കീഴടങ്ങുന്നതുവരെ ദിവ്യയെ പിടികൂടാതെ പോലീസ് ഒത്തുകളിച്ചു. ദിവ്യയുടെ അധിക്ഷേപ പ്രസംഗത്തിന് കാരണമായ കൈക്കൂലി കഥയിൽ ഇനിയും വ്യക്തത വന്നില്ല. ADM കൈക്കൂലി വാങ്ങിയെന്ന പമ്പുടമ TV പ്രശാന്തിന്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ അടിമുടി ദുരൂഹതയുണ്ട്. ഒപ്പിലും പേരിലും വരെ വൈരുദ്ധ്യം. എന്നിട്ടും അന്വേഷണം ആ വഴിക്ക് പോയില്ല. കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവൊന്നും ദിവ്യ ഹാജരാക്കിയതുമില്ല. പ്രശാന്തിനെതിരെ കാര്യമായ അന്വേഷണവും നടന്നില്ല. പെട്രോൾ പമ്പ് ഇടപാടിൽ ബിനാമി എന്ന ആരോപണവും അന്വേഷിച്ചില്ല. പമ്പിന് NOC നൽകിയതിൽ ADMന് വിട്ടുവീഴ്ചയുണ്ടായില്ലെന്നും റിപ്പോർട്ട് നൽകിയ കലക്ടർ പിന്നീട് മാറ്റി പറഞ്ഞു. ഒരു തെറ്റുപറ്റിയെന്ന് ADM പറഞ്ഞതായി ലാൻഡ് റവന്യൂ വകുപ്പ് ജോയിന്റ് കമ്മീഷണർക്കും പോലീസിനും കലക്ടർ മൊഴി നൽകി. യാത്രയയപ്പ് യോഗത്തിന് കലക്ടർ ക്ഷണിച്ചെന്ന് ദിവ്യയും ഇല്ലെന്ന് കലക്ടറും നൽകിയ മൊഴികൾ വേറെ. ഇതിനിടെ നവീൻ ബാബുവിന് ക്ലീൻ ചിറ്റ് നൽകി ലാൻഡ് റവന്യൂ റിപ്പോർട്ടർ വേറെയുമുണ്ടായി.
റവന്യൂ മന്ത്രിയുടെ പിന്തുണയാണ് ADMന്റെ കുടുംബത്തിന് ആകെയുള്ളത്. ഒക്ടോബർ 25-നാണ് ADMന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുന്നത്. അതുവരെ അന്വേഷിച്ച ടൗൺ പോലീസിനേക്കാൾ മന്ദഗതിയിലായി പിന്നീടുള്ള നീക്കങ്ങൾ. കുടുംബത്തിന്റെ മൊഴി പോലും എടുത്തിട്ടില്ലെന്ന് അഭിഭാഷകൻ കോടതിയിൽ പരാതിപ്പെട്ട ശേഷം ആ വഴിക്ക് അന്വേഷണ സംഘം ചിന്തിച്ചത്. ഈ നിലയ്ക്ക് പോയാൽ CBI അന്വേഷണം വേണ്ടിവരുമെന്ന് കുടുംബത്തിന്റെ അഭിഭാഷകൻ തന്നെ സൂചിപ്പിച്ചിരുന്നു. കേസ് അന്വേഷിക്കാൻ സർക്കാർ പറഞ്ഞാൽ അന്വേഷിക്കാമെന്നായിരിക്കും CBI നിലപാട്. കാരണം നവീൻ ബാബുവിന്റെ പേരിലുള്ള ആരോപണം അന്വേഷിക്കുകയാണെങ്കിൽ CPMനെ ഇല്ലാതാക്കാമെന്ന് BJPക്കും കേന്ദ്ര സർക്കാരിനും അറിയാം. ADM നവീൻ ബാബു CPM കൊന്നതാണെന്ന സംശയത്തിലാണ് അദ്ദേഹത്തിന്റെ ഉറ്റ ബന്ധുക്കൾ ഇപ്പോഴും. യാത്രയയപ്പ് സമ്മേളനത്തിന് ശേഷം കണ്ണൂർ മുനീശ്വരൻ കോവിലിന് സമീപം ഔദ്യോഗിക കാറിലെത്തിയ നവീൻ ബാബുവിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നതാണ് ദുരൂഹം. സാധാരണഗതിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ട മൃതദേഹം എന്ന് പറയാറുള്ള പോലീസ് നവീൻ ബാബു തൂങ്ങി മരിച്ചുവെന്ന് സംശയത്തിന് ഇട നൽകാത്ത വിധത്തിൽ പറയുന്നതും ദുരൂഹതയുണർത്തുന്നു. മൃതദേഹത്തിൽ നിന്ന് ആത്മഹത്യക്കുറിപ്പ് കിട്ടിയിട്ടില്ലെന്ന പോലീസിന്റെ വെളിപ്പെടുത്തലും അരിയാഹാരം കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. യാത്രയയപ്പ് സമ്മേളനം കഴിഞ്ഞ് ഏതാണ്ട് 12 മണിക്കൂറിന് ശേഷം നവീൻ ബാബു ആത്മഹത്യ ചെയ്തതും ദുരൂഹതയുണർത്തുന്നു. ബുധനാഴ്ച രാവിലെ 5-ന് നവീൻ ബാബു ഒരു സുഹൃത്തിനെ വാട്സപ്പ് സന്ദേശം അയച്ചതും ദുരൂഹതയാണ്. പോലീസ് എത്തുമ്പോൾ നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സ് തുറന്നു കിടക്കുകയായിരുന്നു. ഇതും ദുരൂഹതയുള്ള സംഭവമാണ്. മുനീശ്വരൻ കോവിലിന് മുന്നിൽ നവീൻ ബാബു കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്റെ ഒരു സുഹൃത്ത് കാസർഗോഡ് നിന്ന് വരുമെന്നാണ് ഡ്രൈവറോട് പറഞ്ഞത്. ഇതാരാണെന്ന് ADM പറഞ്ഞില്ല. ആദ്യം ഓഫീസിൽ നിന്നിറങ്ങിയ നവീൻ ബാബു കാറിന്റെ ലോഗ് ബുക്ക് ഒപ്പിടാൻ തിരികെ വന്നിരുന്നു. എന്നിട്ടാണ് അവസാന യാത്ര തുടങ്ങിയത്. മുനീശ്വരൻ കോവിലിൽ നിന്നും നവീൻ ബാബു എങ്ങനെയാണ് ക്വാർട്ടേഴ്സിലെത്തിയതെന്ന് വ്യക്തമല്ല. മുനീശ്വരൻ കോവിലിൽ മുഴുവൻ ക്വാർട്ടേഴ്സ് വരെ എന്ത് സംഭവിച്ചെന്നും പോലീസ് ഇതുവരെ പരിശോധിച്ചിട്ടില്ല. മുനീശ്വരൻ കോവിലിൽ നിന്നും നവീൻ ബാബുവിനെ പിന്തുടർന്നെത്തിയ ആരെങ്കിലും അദ്ദേഹത്തെ കൊന്ന് കെട്ടിത്തൂക്കിയോ എന്നും പരിശോധിച്ചിട്ടില്ല. ക്വാർട്ടേഴ്സ് തുറന്നിട്ട ശേഷം ഒരാൾ ആത്മഹത്യ ചെയ്യുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. ക്വാർട്ടേഴ്സിന് സമീപമുള്ള CCTV ദൃശ്യങ്ങളും ആരും പരിശോധിച്ചിട്ടില്ല. നവീൻ ബാബു തൂങ്ങി മരിച്ചതായി പോലീസിന് എവിടെ നിന്നാണെന്ന് ഉറപ്പ് കിട്ടിയതെന്നും വ്യക്തമല്ല. കണ്ണൂർ CPMന്റെ തട്ടകമാണ്. അവിടെ എന്തും നടക്കണമെന്ന് തീരുമാനിക്കേണ്ടത് CPM ആണ്. PP ദിവ്യ പാർട്ടിയുടെ ഓമനകളാണ്. അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ പാർട്ടി ഒപ്പം നിൽക്കും. അതാണ് കണ്ണൂരിൽ കണ്ടത്. ദിവ്യയ്ക്ക് ചുറ്റും സംരക്ഷണ കവചം തീർക്കുകയായിരുന്നു പാർട്ടി. മുഖ്യമന്ത്രിയുടെ പാർട്ടിയും സെക്രട്ടറിയുടെ നാവിറങ്ങിപ്പോയി. മന്ത്രി രാജൻ മാത്രമാണ് സത്യസന്ധമായി പ്രതികരിച്ചത്. PP ദിവ്യ ADM നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് എത്തിയത് ആസൂത്രിതമായാണെന്ന് ADMന്റെ ബന്ധു B ഹരീഷ് കുമാർ പറഞ്ഞു. ദിവ്യ എത്തിയത് ആസൂത്രിതമായാണെന്നും നവീൻ അപമാനിച്ച് പുറത്താക്കാനായിരുന്നു ലക്ഷ്യമെന്നും ഹരീഷ് കുമാർ പറഞ്ഞു. ദിവ്യ കളക്ടറേറ്റിലേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നെന്നും കളക്ടർ പറഞ്ഞതായും ഹരീഷ് വെളിപ്പെടുത്തി. എന്നാൽ ഇത്തരത്തിൽ പെരുമാറുമെന്ന് അറിയില്ലായിരുന്നുവെന്നും കളക്ടർ പറഞ്ഞിരുന്നുവെന്നും ഹരീഷ് പറയുന്നു. മുമ്പും കണ്ണൂർ CPM അവരുടെ ശത്രുക്കൾക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. TP ചന്ദ്രശേഖരൻ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ദിവ്യ പാർട്ടി ബന്ധുവാണ്. അപ്പോൾ ദിവ്യയുടെ ശത്രുക്കൾ പാർട്ടിയുടെ ശത്രുവാണ്. ഇതാണ് CPM നയം. ആ നയത്തിന് അടിസ്ഥാനമാക്കിയ കാര്യങ്ങളാണ് കണ്ണൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദിവ്യയുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാൻ CPM അനുവദിക്കില്ല. നവീൻ ബാബുവിനെ ആരെങ്കിലും കൊന്നു കെട്ടി തൂക്കിയതാവാം എന്ന സംശയത്തിലാണ് ഭാര്യയും മക്കളും ബന്ധുക്കളും ഉള്ളത്. നവീന് രാത്രി എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം നടക്കാത്തതിൽ വീട്ടുകാർ സംശയാലുക്കളാണ്. അത്തരത്തിൽ അന്വേഷണം നടന്നാൽ അത് പാർട്ടിക്ക് കുരുക്കാവുമെന്ന് പോലീസ് കരുതുന്നുണ്ടാവാം. കണ്ണൂരിൽ പോലീസ് അനങ്ങണമെങ്കിൽ CPM ജില്ലാ സെക്രട്ടറി പറയണം. ദിവ്യ അനുകൂലിച്ച് P ജയരാജനും EP ജയരാജനും രംഗത്ത് വരാത്തതും സംശയമുണർത്തുന്നു. കണ്ണൂരിലെ നേതാക്കളിൽ പലരും ദിവ്യക്കെതിരെ പരസ്യ പ്രതികരണം നടത്തി കഴിഞ്ഞു. MV ജയരാജനാകട്ടെ നവീൻ ബാബുവിനെതിരെ സംസാരിക്കുകയും ചെയ്തു. നവീൻ്റേത് കൊലപാതകമാണെങ്കിൽ അക്കാര്യം പുറത്തു വരേണ്ടതാണ്. എന്നാൽ പുറത്തു വരാത്ത തരത്തിൽ അടയ്ക്കുകയാണ് പോലീസ് ചെയ്തത്. നവീൻ ബാബുവിന്റെ വീട്ടുകാർ പോലും ഇത്തരം ഒരു ആരോപണത്തിൽ നിന്നും പിൻവലിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. നവീൻ ബാബുവിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ശേഷമാണ് ദിവ്യ മടങ്ങിയത്. ഇതെല്ലാം തെളിയണമെങ്കിൽ നവീന്റെ ഫോണും അദ്ദേഹം സഞ്ചരിച്ച വഴിയിലെ CCTV ദൃശ്യങ്ങളും കിട്ടണം. എന്നാൽ ഇതൊന്നും തെളിയുക എളുപ്പമല്ല. കണ്ണൂർ ADM നവീൻ ബാബുവിനെ പള്ളിക്കുന്നിലെ വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ണൂരിൽ നിന്നും സ്വന്തം നാടായ പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ച ശേഷം അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് ട്രെയിനിൽ ജോലിക്ക് പോകേണ്ടതായിരുന്നു. എന്നാൽ രാവിലത്തെ ട്രെയിനിൽ കയറിയില്ലെന്ന് കണ്ട് ബന്ധുക്കൾ കണ്ണൂരിൽ വിവരം അറിയിക്കുകയായിരുന്നു. താമസ സ്ഥലത്ത് പരിശോധിച്ചപ്പോഴാണ് വീട്ടിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. നവീൻ ബാബുവിന്റെ മൃതദേഹത്തിൽ നിന്നോ വീട്ടിൽ നിന്നോ ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയിട്ടില്ലെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണം ആദ്യഘട്ടത്തിലാണ്. ഇതുവരെ ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയിട്ടില്ല. വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് പരിശോധിച്ച ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ.
തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്ന് പോലീസ് കമ്മീഷണർ അജിത് കുമാർ വ്യക്തമാക്കി. കത്തുണ്ടായിരുന്നുവെങ്കിൽ തന്നെ ഭരിക്കുന്ന സർക്കാരിന് അത് മാറ്റാൻ നിമിഷങ്ങൾ മതി. ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ ഒരു കത്ത് എങ്കിലും ബാക്കി വെക്കാതിരിക്കുമോ എന്ന സംശയം ബാക്കിയാവുന്നു. കമ്മീഷണർ പറഞ്ഞ അന്വേഷണം ഒരിടത്തും എത്തിയില്ല. ഏതായാലും കോൺഗ്രസ് സർക്കാർ പറയുന്നത് പോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ കണ്ണൂർ CPM-ലെ പല നേതാക്കളും അകത്താകും. എന്നാൽ TP ചന്ദ്രശേഖരൻ കേസ് പോലെ അട്ടിമറിക്കുകയാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല.